ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് JBLൻ്റെ ഗോ പ്ലസ് എന്ന് പറയുന്ന സ്പീക്കറിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. ഈ ഒരു സ്പീക്കർ ഇറങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. പക്ഷേ ഇപ്പോഴും 2000 രൂപയ്ക്കകത്ത് വരുന്ന ഒരു വളരെ മികച്ച, അത് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും നല്ല പെർഫോമൻസ് ഉള്ള ഒരു സ്പീക്കർ തന്നെയാണ് JBL ഗോ പ്ലസ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലൊരു വളരെ മികച്ച സ്പീക്കർ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് JBL ഗോയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ടാണ് JBL ഗോ പ്ലസ് ലോഞ്ച് ചെയ്തത്. JBL ഗോയിൽ വന്നിരുന്ന കുറച്ച് ഫോൾട്ടുകൾ സോൾവ് ചെയ്ത് അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ ഒരു ഗോ പ്ലസ് അവർ ലോഞ്ച് ചെയ്തത്. ഗോ പ്ലസ് സൈസ് വൈസ് നോക്കുമ്പോൾ ഗോയെക്കാട്ടിൽ നല്ല വലുതാണ്. സൈസിൻ്റെ കാര്യത്തിലായാലും വെയ്റ്റിൻ്റെ കാര്യത്തിലായാലും ഗോ പ്ലസിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല മാറ്റം വന്നു. ഈ ഒരു സ്പീക്കറിൻ്റെ ബിൽഡിനെ പറ്റി സംസാരിക്കുമ്പോൾ വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ബിൽഡാണ്. അത് ഡിസൈനിങ്ങും ബാക്കി സ്പീക്കറുകൾ ഫോളോ ചെയ്യുന്ന പോലെ സിലിണ്ടറിക്കൽ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ക്യൂബോയിഡൽ ഷേപ്പ്, ഒരു ബോക്സ് ഷേപ്പ് സ്പീക്കറാണ്. ഈ ഒരു ഡിസൈനിൽ അങ്ങനെ അധികം സ്പീക്കറുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഡിസൈനിങ്ങിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് തന്നെ JBLൻ്റെ ഒരു ലോഗോ വലിയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ പോർഷൻസും പ്ലാസ്റ്റിക് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും ഒരു ചീപ്പ് പ്ലാസ്റ്റിക് അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് സ്മൂത്ത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നമ്മുടെ കയ്യിൽ ആ ഒരു സ്പീക്കർ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇതിൻ്റെ മെറ്റൽ പോർഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന സ്പീക്കറുകളിൽ മെറ്റലാണ്. ഈ ഒരു സ്പീക്കറിന് മുകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബട്ടൺസ് എല്ലാം നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൽ കൺസീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അഥവാ ഇച്ചിരി വെള്ളം തന്നെ ഉണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഡസ്റ്റസ് ഒന്നും കയറി ഈ ഒരു സ്പീക്കറിൻ്റെ ബട്ടൺസ് ഒന്നും കേടായിപ്പോയില്ല. അത് ഒട്ടുമിക്ക എല്ലാ JBL സ്പീക്കറിലും വരുന്ന അതേ ഒരു പാറ്റേൺ ആണ് ഈ ഒരു കാര്യത്തിൽ അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നീട് ബട്ടൺസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബ്ലൂടൂത്തിൻ്റെ സിമ്പിളുള്ള ഒരു പെയറിംഗ് ബട്ടൺ, നമ്മുടെ ഈ ഒരു സ്പീക്കർ നമ്മുടെ ഡിവൈസുമായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു പെയറിംഗ് ബട്ടണാണത്. പിന്നീട് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും വോളിയം അപ്പ് ഡൗൺ ബട്ടണും ഏറ്റവും അവസാനമായിട്ട് പ്ലേ പോസ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു പ്ലേ പോസ് ബട്ടണാണ് നമ്മൾ കോൾ വരുന്ന സമയത്ത് കോളുകൾ അറ്റൻഡ് ചെയ്യാനും ഇതേ ഒരു സ്വിച്ച് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുമ്പോൾ നമുക്ക് ടൈസ് ഒക്കെ കെട്ടിയിടാൻ വേണ്ടിയുള്ളൊരു കൊളുത്തെന്നൊന്നും പറയാൻ പറ്റില്ല, അതെല്ലാം ഈ ഒരു ബിൽഡിൻ്റെ ഉള്ളിൽ തന്നെ കൺസീൽഡ് ആണ്. അത് അങ്ങനെ ഒരു ലോക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൂക്ക് സിസ്റ്റം വെച്ചപ്പോൾ ഒരിക്കലും അത് നമ്മുടെ സ്പീക്കറിൻ്റെ വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടുന്ന രീതിയിലല്ല അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൺസീൽഡ് ആയിട്ട് തന്നെയാണ്. പിന്നീട് റൈറ്റ് സൈഡിലായിട്ട് വരുമ്പോൾ ഇതിൻ്റെ പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 3.5 mm ഓഡിയോ ഇൻപുട്ട് ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഇല്ലാത്ത ഒരു ഡിവൈസുമായിട്ട് ഇത് പെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓക്സ് കേബിൾ യൂസ് ചെയ്ത് ഇതിലേക്ക് മ്യൂസിക് സ്ട്രീം ചെയ്യാവുന്നതാണ്. പിന്നീട് ഒരു മൈക്രോ USB ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും. ഏറ്റവും താഴായിട്ട് നമുക്കൊരു നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോണും കാണാൻ സാധിക്കും. ഈ ഒരു മൈക്രോഫോൺ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കറിലൂടെ കോളുകളും ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 210 ഗ്രാമാണ്. JBL ഗോയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു വർധനവ് വെയിറ്റിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് രണ്ട് കാരണത്താലാണ്. ഒന്ന്, ഇതിൻ്റെ സൈസ് വലുതായി, അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ സൈസും വലുതായി. ഇത് രണ്ടും കൂടിയപ്പോഴത്തേക്ക് ഈ ഒരു സ്പീക്കറിൻ്റെ വെയിറ്റ് ഓവറോൾ കൂടി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്നതാണ്. കണക്ടിവിറ്റി സൈഡിലേക്ക് വരുമ്പോൾ ബ്ലൂടൂത്ത് ആണ് ഇതിൻ്റെ പ്രൈമറി കണക്ടിവിറ്റി ഫീച്ചർ. ബ്ലൂടൂത്ത് 4.1 ആണ് ഇതിൻ്റെ വേർഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സീംലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റി തന്നെയാണ്. നമ്മുടെ ഫോണുമായിട്ട് ഈസിലി പെയർ ആവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സ്പീക്കറും നമ്മുടെ ഫോണും തമ്മിൽ പെയർ ചെയ്യാൻ വേണ്ടി ആദ്യം സ്പീക്കർ പവർ ഓൺ ചെയ്ത ശേഷം ആ ബ്ലൂടൂത്ത് ബട്ടണിൽ, പെയറിംഗ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന അതേ സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്തിൽ അവൈലബിൾ ഡിവൈസസിൽ നമുക്ക് JBL ഗോ പ്ലസ് കാണാൻ സാധിക്കും. ഒരു വട്ടം പ്രസ് ചെയ്ത് ജസ്റ്റ് പെയർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പെയർ ആവും. ഏകദേശം ഒരു 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ പെയറും ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു പെയറിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് ഇതുവരെ ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല സീംലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റി തന്നെയാണ്. ഇനി ഇൻ കേസ് നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിന് ബ്ലൂടൂത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓക്സ് കേബിൾ യൂസ് ചെയ്ത് ഇതിലേക്ക് മ്യൂസിക് സ്ട്രീം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓക്സ് കേബിൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഓക്സ് കേബിൾ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കണം. പക്ഷേ ബോട്ടിൻ്റെയൊക്കെ സ്പീക്കേഴ്സ് ആണെങ്കിൽ അവർ ഈ ഒരു ഓക്സ് കേബിൾ അതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ JBL അത് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് 3 വാട്ടാണ്. സോ നമുക്ക് ഈ ഒരു 3 വാട്ട് ഔട്ട്പുട്ടുള്ള സ്പീക്കറിൽ നിന്ന് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള സൗണ്ടാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഒരു ട്രാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് പകർത്തി തരാൻ സാധിക്കില്ല. പക്ഷേ ഒരു പരിധിവരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയർഫോൺസൊക്കെ യൂസ് ചെയ്തവർക്കാണെങ്കിൽ കുറച്ച് മനസ്സിലാവും. സോ ഈ ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ഒരു 2000 രൂപയ്ക്ക് ഒരു 1800 രൂപയ്ക്കകത്ത് തരാൻ പറ്റുന്ന ഒരു സ്പീക്കർ തരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെ നമ്മുടെ ഈ JBL Go Plus പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല ബേസ് ഉണ്ട്. ഒരിക്കലും ആ ഒരു ബേസ് കൂടുതലും അല്ല കുറവുമല്ല, മറിച്ച് ഒരു സോങ്ങിന് വേണ്ട ബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി അല്ല ഇത്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഒരു നോയ്സും മ്യൂസിക് പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്നില്ല. പിന്നീട് എൻ്റെ ബട്ടൺസ് എല്ലാം ഹൈലി റെസ്പോൺസീവ് ആണ്. നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗണ്ട് കൂട്ടിയാൽ അപ്പോൾ തന്നെ സൗണ്ട് ഒരു മിസ്സിങ്ങും വരാതെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പും വരാതെ അപ്പോൾ തന്നെ സൗണ്ട് കൂടുന്നുണ്ട്. പിന്നീട് അവർ എടുത്തു പറയുന്ന മറ്റൊരു ഫീച്ചർ ഇതിൻ്റെ കോളിംഗ്, സീംലെസ് ആയിട്ടുള്ള കോൾസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ചില ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, അതിൽ കോൾ ചെയ്യാനുള്ള ഫീച്ചറില്ല. ആ സമയത്ത് നിങ്ങളൊരു കോൾ വരുമ്പോൾ, നിങ്ങൾ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു കോൾ വരുമ്പോൾ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ ഫോണിൽ നമുക്ക് ഒരു കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു സ്പീക്കറിന് നിങ്ങൾക്ക് ആ ഒരു പ്ലേ പോസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ച് തന്നെ കേൾക്കാനും സ്പീക്കറിലൂടെ തന്നെ സംസാരിക്കാനും സാധിക്കും. 2000 രൂപയ്ക്കകത്ത് ഒരു ബെസ്റ്റ് സ്പീക്കർ തന്നെ ഈ ഒരു സ്പീക്കറിനെ നമുക്ക് വിളിക്കാം. ഇത് JBL Goയ്ക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്താണ് ഈ ഒരു Go Plus ലോഞ്ച് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലായാലും സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും JBL ചെയ്തിട്ടില്ല. സോ ഒരു 2000 രൂപയ്ക്കകത്തൊരു നല്ല ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഞാനിത് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ്. പിന്നീട് അത് അഫിലിയേറ്റ് ലിങ്കാണ്. നിങ്ങൾ അത് ഉപയോഗിച്ച് വാങ്ങിക്കുമ്പോൾ ചെറിയൊരു കമ്മീഷൻ എനിക്കും കിട്ടും. സോ മാക്സിമം ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. സോ ഇത്രയാണ് JBLനെ പറ്റി, ഈ ഒരു JBLൻ്റെ Go Plus സ്പീക്കറിനെ പറ്റി സംസാരിക്കാനുള്ളത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യം താഴെ കമൻറ്റായിട്ട് പിൻ ചെയ്യാം. സോ എന്തെങ്കിലും ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നീട് JBL Goയും JBL Go Plusഉം തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഓൾറെഡി JBL Go ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.